കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ എൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഫ്ലാഷ് ബാക്ക്. ഗൈസ്, അപ്പൊ എന്റെ റിസൾട്ട് വന്നു. പാസ്സായി ഗൈസ്. ഇവന്റെ ഭാവിയിൽ മണ്ണിടാനല്ല, ഇവൻ ഈ കരക്കാരുടെ കണ്ണിൽ മണ്ണൊഴിച്ച് കത്തിക്കാതിരിക്കാനാണ് ഞാൻ വന്നത്. ഇത് എന്റെ പെർസെന്റേജ് എനിക്ക് കിട്ടിയത് 90.67%. അപ്പലേ പൊട്ടിക്കും. നട്ടാൽ മുളക്കാൻ സൈസ് നുണയവൻ പറയുന്നത്. കിട്ടി മക്കളെ കിട്ടി. പൂജ അമലിന്റെ പൂജയുടെ +2 റിസൾട്ട് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു മിനിറ്റ്. പൂജ ബി സ്കൂൾ കോഡ് ഇതാണ്. ഡാറ്റ ബർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് സയൻസ് ആണ് കേട്ടോ. എന്താ ഉറക്കം വരുന്നു. 24, ഫിസിക്സിന് 30, കെമിസ്ട്രിക്ക് 26, ബയോളജിക്ക് 23, മാത്സിന് 35. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ടപൂജ്യം. ബി ഗ്രേഡ്. മലയാളത്തിന് എ. മലയാളമെങ്കിലും എഴുതി A+ എടുത്തുകൂടായിരുന്നു. ഫിസിക്സിന് C+, കെമിസ്ട്രിക്ക് C+, ഇതേതാ ബയോളജിക്ക് B, മാത്തമാറ്റിക്സിന് C+. ഈ ഇവക്ക് കിട്ടിയിട്ടുള്ള ഗ്രാൻഡ് ടോട്ടല് 771. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. നിനക്ക് എങ്ങനെയാണ് 90% മാർക്ക് കിട്ടി? A+ ഒന്നുമല്ല കാര്യം, മാർക്കിലാണ്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? എന്തിനാ പൂജയെ കുട്ടി മോളെ ഇങ്ങനെ കള്ളം പറയുന്നത്? എന്തിനാ നീ നാട്ടുകാരെ ഇങ്ങനെ പറ്റിക്കുന്നത്? കണ്ട കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. നമ്മൾ +2ലെയും +1ലെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് പറഞ്ഞത്. അത് വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഈ ജയിച്ച സന്തോഷത്തിൽ നമ്മള് രണ്ടും കൂടെ കൂട്ടിയിട്ട് പറഞ്ഞു. അപ്പൊ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ഞങ്ങളുടെ. അറിഞ്ഞില്ല നമ്മൾ അങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. ശരിക്കുള്ള മാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയുള്ള കേസ് ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു അത്. ഓക്കെ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.